അങ്ങനെ പുതിയൊരു വീഡിയോ ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ്. എനിക്ക് ജോലി കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കറങ്ങിക്കൊണ്ട് നടക്കുന്നു. പുതിയൊരു ക്യാരക്ടർ അതാണ് എൻ്റെ പിയെ തിരിഞ്ഞെ. ഇതാണ് എൻ്റെ പിയെ ഗൈസ്. എൻ്റെ കൂടെ ജോലി തപ്പാതെ വലിയ മനുഷ്യൻ. അങ്ങനെ നമ്മൾക്ക് മടിവാല പോകണം. അവിടെ പോകണം. ഓ ഞാൻ എടുക്കില്ല വണ്ടി. അങ്ങനെ നമ്മൾ എങ്ങനെ കിട്ടിയോ അവിടെ നിന്ന് കഷ്ടപ്പെട്ടു. ഇപ്പോൾ കഷ്ടപ്പെട്ടു തന്നെ പറയണത്. എന്ന് വെച്ചാൽ മടിവാല എത്തണ മുമ്പ് നമ്മളെ നടുവൊക്കെ ഒടിഞ്ഞു പോകും. അങ്ങനെയൊക്കെയോ ഇവിടെ അഞ്ചാവിൻ്റെ ചേട്ടൻ്റെ റൂമിൽ എത്തി. ഇനി ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ മടിവാല കറങ്ങണമെന്നൊക്കെ പറയണം. റെസ്റ്റ് ബെഡ് കണ്ട വീക്ക്നെസ്സാണല്ലോ, കിടന്ന് ഉറങ്ങിപ്പോവും. ഇനി എപ്പോൾ എണീറ്റ് എപ്പം കറങ്ങണമെന്ന് എനിക്കറിയണം. അങ്ങനെ പറ്റതും കറങ്ങണമെങ്കിൽ അടുത്തതൊക്കെ കാണാം ഗൈസ്. വൺ പീസിൻ്റെ പോസ്റ്റർ ആരൊക്കെ വൺ പീസ് കാണുമെന്ന് പറഞ്ഞൂടെ. പക്ഷേ വൺ പീസ് ഒരു ലെജൻഡറി ഒരു അനിമയാണ്. എന്ത് പറഞ്ഞാലും വൺ പീസിനെ പറ്റിക്കാൻ ഒരു ഇത് വരില്ല. ഇത് കയഡിൻ്റെ മറ്റേ ഈ ഗിയർ പറഞ്ഞ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊരു കിട്ടില്ല സാധനമാണ്. അതേപോലെ മെറൈൻ ആർക്ക് സീനാ ഗൈസ്. പോസ്റ്റർ കുറച്ച് പോസ്റ്റർ ആയാലും കൊള്ളാം. ലൈറ്റ് ആ റെഡിൽ കണ്ട ഇല്ലേ? പക്ഷെ എനിക്ക് ലൂഫി മേലെ ഷിൻഷായി അത് നേരത്തെ ചെറുതിലെ കണ്ടിട്ടുണ്ട്. കാർട്ടൂൺ ഇപ്പം കാണണ്ട കാർട്ടൂൺ എല്ലാം കൂടെ എങ്ങനെയിരിക്കണം. ഇതേപോലെ എനിക്ക് ആക്കണം. ബ്രാഡ് പിറ്റ് കണ്ട തലമേ കഴിക്കണ സ്റ്റൈൽ. അങ്ങനെ നമ്മൾ പാർട്ട് സൂപ്പർ ഉണ്ടാകാൻ വേണ്ടി കാത്തു മേടിച്ചോ കഴിക്കണം. മേടിച്ചു അതിനാ വേണ്ടി വെയിറ്റിങ്ങാ. എന്താ വേണം നിൽക്കണം. ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളും. അകത്ത് ഫുള്ള് പാട്ട്. അതാണ് ഞാൻ പിന്നെ വെളിയിലിറങ്ങി നിൽക്കുന്നത്. അകത്ത് ഫുള്ള് ആൾക്കാരും പാട്ടുമായി. ശരി ഗൈസ്, ഇനി അടുത്ത അവിടെ പോകുമ്പോൾ അവിടെ വരാം. ട്രോളിന് വേണ്ടി കാത്തു നിൽക്കുന്ന കിരണ്ട അങ്ങോട്ട് പോകണം. വിളിച്ച് അങ്ങോട്ടല്ലേ എത്തി. നമുക്ക് അവിടെ പോയിട്ട് വരാം. അവിടെ പോയിട്ട് വന്നിട്ട് അകത്ത് നമ്മൾ അടുത്തത് ഇവിടെ ഏതോ ചോക്ലേറ്റ് ഇടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോകുന്നത് അത് തപ്പി എടുക്കും. എന്തോ സാധനം ഇത്ര നേരം മറ്റേ അവിടെ നിന്നിട്ട് കിട്ടിയ സാധനം ഇതും കൂടെ ഹെൽമെറ്റ് സൈഡിൽ 300 രൂപ കൊടുത്ത് മേടിച്ച്. ഇത് എങ്ങനെ ഇരിക്കുമെന്ന് പോലെ അറിയണം. ഇത് 300 രൂപ കൊടുത്ത് നമ്മളിതാ മേടിച്ചു. എന്തോ ദുബായിൽ മറ്റേ ഇതേപോലത്തെ ചോക്ലേറ്റ് പറയുന്നുണ്ട്. മറ്റേ ഇത് കൊച്ചിയിലൊരു സാധനമുള്ളത്. കൊച്ചിയിൽ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ട്. ഞാൻ അത് നോക്കിയില്ല. അതെ ടേസ്റ്റ് നോക്കാം. എൻ്റെ ചേട്ടൻ്റെ റൂമിൽ വെച്ച് കൊണ്ട് കഴിക്കാം കേട്ടോ. കഴിക്കണമെന്ന് വരുന്ന സാധനത്തിൽ അത് കിട്ടി. അത് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ചേട്ടൻ്റെ റൂമിൽ പോയിട്ട് അൺബോക്സ് ചെയ്തു നമ്മൾ. അങ്ങനെ നമ്മൾ ബാക്ക് ടു അനുരാഗിൻ്റെ ചേട്ടൻ്റെ റൂമും നമ്മളിപ്പോൾ കഴിക്കണമെന്ന് വിചാരിച്ച സാധനം ഇതായിരിക്കണം. ഇതിപ്പോൾ അൺബോക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. അയ്യോ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് വരാം. ലെബൻ സ്റ്റോറി ഇതാണ് കുറേ ദിവസം കൊണ്ട് കഴിക്കണമെന്ന് വിചാരിച്ചാണ്. അയ്യോ ഇതെന്താ പൊട്ടിയാറുള്ള മറ്റേതാ. എങ്ങനെയുണ്ട് വേറെ മര്യാദക്കുള്ള അഭിപ്രായം? നമ്മൾ പറഞ്ഞാൽ നല്ല പാലിൻ്റെ ടേസ്റ്റുള്ള പിസ്റ്റാഷ്യോ പാലും എന്താ ക്രഞ്ചി ആയിട്ടൊരു സാധനം. സൂപ്പർ സാധനം. അങ്ങനെയുണ്ടോ എൻ്റെ 300 രൂപയ്ക്ക് വർത്താണ്. എടാ സോൽപ്പപ്പൊടി ഉണ്ടടാ. സോൽപ്പപ്പൊടി 300ൻ്റെ വർത്തുണ്ടാ. ഇത് ആൾക്കാരനുസരിച്ച് മേടിക്കുന്നതായാലും ചെറുതാ. പറ്റി പോയി കഴിച്ചിട്ട് തരാം. അങ്ങനെ ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇത് നമ്മൾ തിന്നു അത് നമ്മൾ തിരിക്കാൻ കൊടുക്കുക. ഇനി നമ്മൾ നേരെ റൂമിലേക്ക്. ഇനി റൂമിൽ പോയിട്ട് കാണാമൊന്നുമില്ല നമ്മൾ. അതുകൊണ്ട് ബൈ ഗൈസ്. ഇനി അടുത്ത വീഡിയോ പറഞ്ഞവരെ ബൈ.